സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പള്ളിമൺ വ്ളോഗുമായിട്ടാണ്. സുഹൃത്തുക്കളെ, നമ്മളിന്ന് പള്ളിമൺ അമ്പലത്തിലോട്ട് പോവുകയാണ്. അമ്പലമൊക്കെ കാണിക്കാൻ ഒരു ചെറിയ വ്ളോഗാണ്. ഇപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ റോഡ് ടു 200 ആണ്. അതുകൊണ്ട് എല്ലാവരിലേക്കും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം. എൻ്റെ ലക്ഷ്യം ഗോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 വർഷം കൊണ്ട് 1K അടിക്കണം എന്നാണ്. അത് നിങ്ങൾ സാധിച്ചു തരണം, എൻ്റെ ഒരു ആഗ്രഹമാണ്. അതുകൊണ്ട് എല്ലാവരും വീട് കണ്ടിരിക്കുന്ന എല്ലാവരിലേക്കും സബ് അടിക്കുക ഒരിക്കലും മറക്കരുത്. പിന്നെ അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് എന്തായാലും ഈ അമ്പലത്തിൽ പോയി കാണാം. മക്കളെ, നമ്മളെത്തിയിട്ടുണ്ട്. പൊങ്കാലിട്ട സ്ഥലമൊക്കെ ഇരിക്കുന്നു. തൊള്ളു ബ്രോ ഇല്ലല്ലേ? അതിൻ്റെ വീഡിയോ എടുക്കാവോ? അപ്പോൾ സുഹൃത്തുക്കളെ, വീഡിയോ എടുക്കാൻ ഒക്കത്തില്ല. അപ്പൊ സുഹൃത്തുക്കളെ, ഇനി നമ്മുടെ ഗൈഡ് ഉണ്ണിക്കുട്ടൻ നമുക്കാണെങ്കിൽ മണിയെടുക്കുന്നതെന്ന് കാണിക്കണം. വിദേശത്ത് കയ്യിലെടുത്ത പണിയാണ് ബ്രോ. നമ്മള് വെളിയിലോട്ടാണ് പോണേ. നമുക്ക് അകത്തോട്ട് പോവാം. നമുക്ക് വെളിയിലോട്ട് വരാം. ഭഗവാൻ
സുഹൃത്തുക്കളെ കുറച്ച് തൈകള പരിപാടിയൊക്കെ ഇതിൽ കാണിക്കേണ്ട വന്നു. ഇതിനകത്തൊക്കെ എടുത്ത് വെച്ചിട്ടാണ് വീഡിയോ പിടിക്കുന്നത്. അപ്പൊ അമ്പലം മൊത്തം കാണിച്ച സ്ഥിതിക്ക് ഇനിയൊന്നും ഇല്ലെന്ന് വിശ്വസിക്കുന്നു. ഒന്നും കൂടെ നമുക്ക് ഈ അമ്പലമൊക്കെ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കേ. സുഹൃത്തുക്കളെ അങ്ങനെ നമ്മള് ഫോണെടുത്ത് കൈ പിടിച്ചിട്ടുണ്ട്. എന്താ നടക്കുന്നതെന്ന് യാതൊരു പണിയുമില്ല. എന്നാൽ അവിടെ കണ്ണിന്റെ മുകളിൽ പിങ്ക് പൊടി അടിച്ച ഒരാൾ നിപ്പുണ്ട്. നമുക്ക് പോയിട്ട് അദ്ദേഹത്തിനെ കാണാം. ഇങ്ങോട്ട് നോക്കാമോ കുട്ടി? കണ്ണിന്റെ മുകളിൽ പിങ്ക് പെയിന്റ് എന്തുപറ്റി? നമ്മുടെ ഗൈഡറിന്റെ കാല് മുറിഞ്ഞിരിക്കുന്നു സുഹൃത്തുക്കളെ. നമ്മുടെ ഗൈഡറിനൊക്കെ പുല്ല്. ഹലോ മിസ്റ്റർ ഗൈഡർ, താങ്കൾ പുഷ്പയായോ? ഒരു ഡൗട്ട് ഇങ്ങനെ നടക്കുന്നത്. അച്ചുകുട്ടിനെ അറിയാത്ത ആരാ? വിരാട് കോഹ്ലി. ഇതാണ് പറ്റിയ സമയം. ഓടിക്കോ. നമ്മളിത് സുഹൃത്തുക്കളെ വ്ളോഗ് അല്പമല്ല നന്നായിട്ട് ലോങ് ആവുമെന്ന് തോന്നുന്നു. മീൻ പിടിക്കാം. പുഷ്പ റൈസ് തോണ്ട പോകുന്നത്. തോളിൽ ഏതോ ശക്തി കൂടിയ സാധനം കൊണ്ട് പോവുക. മീൻ പിടിക്കുക. അപ്പൊ സുഹൃത്തുക്കളെ എന്തായാലും നമുക്ക് ഇനി അടുത്തത് ആന്റിയമ്മ വന്ന് ഞങ്ങളുടെ ആന്റിയുടെ വീട്ടിലെത്തി നിങ്ങളെ ഞാൻ ഒരു ഫോട്ടോ എടുക്കാം. ഭയങ്കര ചൂട്. സൂര്യൻ ബന്ധുവിന്റെ വീട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ ഓട്ടോ അങ്ങ് കിടക്കുവാണ്. ഇതാണ് വീട്. മൈ ഡിയർ മദർ, ഹൗ ആർ യു? ഓക്കെ, ഇവിടെ മഞ്ചാടി വറക്കൽ ജുസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് രണ്ടും. വാവ്, ബ്യൂട്ടിഫുൾ. ഇവിടെ ഉണ്ണിക്കുട്ടൻ കസേര എന്തുവായിരുന്നു ഊഞ്ഞാലിലാടുന്നു. ഇതുകൂടെ കാണിക്കുന്നത്. ഇനി വൈ ഒരു ഊഞ്ഞാലിൽ കയറാൻ പോലും കുത്തിയാ പൊറോട്ട അടിക്കും. ഇനി ഞാനൊന്ന് കയറിക്കോട്ടെ ഉണ്ണി. നല്ലോണം കറക്കിയാലേ ഇത് നമ്മൾ ഇങ്ങനെ ആകുന്ന സമയത്ത് ഒരു വട്ടം കൂടി കറങ്ങും. പൊല്ലിമുട്ട എന്തുകൂടെ ഒന്ന് ഇറങ്ങണം ഉണ്ണി. ഞാൻ കയറിക്കോട്ടെ. വീഡിയോ എടുക്കാം. അവ സുഹൃത്തുക്കളെ ക്യാമറമാൻ ഉണ്ണി ദേവദത്തനെ കൊടുക്കുന്നു. എന്നാ ഏൽപ്പിച്ചു. നന്നായിട്ട് ബ്രോ തിരിച്ചാണ് പിടിച്ചിരിക്കുന്നത്. അപ്പൊ സുഹൃത്തുക്കളെ
ഇവിടെ സാമുണ്ട് അമ്മി അനീതിയുണ്ട് ചിരിയടി ഒരു പെട്ടി ഉണ്ടായിരുന്നു അടി അടി വിട്ടോ ഇവയിലെ പണ്ട് ഊഞ്ഞാലിക്കാറില്ലേ ക്യാമറാമാൻ്റെ കിളി പോയി. അടുത്തത് നമ്മുടെ ഉണ്ണിക്കുട്ടനാണ് ക്യാമറാമാനായിട്ട് വരുന്ന സുഹൃത്തുക്കൾ. അടിച്ചു പൊളിച്ച് ഇത് മറ്റേ ബ്ലാക്ക് മിത്ത് പൂക്കോമിനകത്ത് കിടന്ന് കുരങ്ങ് കാണിക്കുന്നതിനെ കൊണ്ട്. എന്തോ ചന്തിയോ ചന്തി നമുക്ക് അടുത്ത ഉണ്ണിക്കുട്ടൻ, അതായത് ദേവദത്തൻ ഗേസ് പറഞ്ഞ പോലെ ഇവിടെ മൊത്തം ഡോഗേസ് എന്തോ അത് ഡോഗേസുകൾ ബന്ധപ്പെട്ടൊരു സ്ഥലമാണ് ഇവിടെ. താണ്ടൊരു പൂച്ചാണ്ടി സാർ. ഹലോ പൂച്ചാണ്ടി സാർ, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? പുറത്തോട്ടിറങ്ങി കഴിഞ്ഞാൽ ഡോഗേസ് കാണാതിരുന്ന പൂച്ചാണ്ടി സാർ, ഹൗ ആർ യു ഗോയിങ് ഫൈൻ? ഓടാ ചീത്ത വിളിക്കുക പട്ടി. പട്ടിയില്ല പൂച്ച. ഉണ്ണിക്കുട്ട ഇതിനായിട്ട് കറങ്ങി കഴിഞ്ഞില്ലേ? എടാ കൊമ്മാളെ പറയാനൊന്നും ആയില്ല. നമുക്കിനി പുറകെ വശത്തുള്ള റബ്ബർ തോട്ടത്തിലേക്ക് നടക്കാം. ഇങ്ങനത്തെ അനക്കോണ്ടൊക്കെ വല്ലതും കാണുമോ ദൈവം നമ്പുരാൻ അറിയാം. എന്താ യെസ്, സർക്കസിൽ നിന്ന് ചാടി വന്ന കൊരങ്ങനുണ്ണി കൊണ്ട് പോകുന്നു. ഓടിക്കോ സുഹൃത്തുക്കളെ, കൊരങ്ങനി സറ്റാക്കി ബി അത് ഊഞ്ഞാലാടൂ. കളിക്കൂ. ഡോഗേഷ് പട്ടി മിമിക്രി ചെയ്യുന്ന ഒരേ ഒരു വ്യക്തി ഇതാണ്ടേ. ഞാനൊരു ഇമോജി മേക്കറാണ്. കുറേ എന്തൊക്കെ ഉണ്ടാക്കും. വിടുവോന്ന് എന്തുവാടാ? തെള്ളാനല്ലേ കഴിഞ്ഞോളൂ പറയാടാ. അത് ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം. കൊരകന്റെ പോരായിരുന്നു അതിന്റെ ഊഞ്ഞാലോ. ശിവനെ ഒരു ഭ്രാന്താണ്. പിന്നെ നീളം അങ്ങനെ ഒന്നും ഇട്ടാ പോരാ. അത് വിസ്മശിവൻ, ഈ സ്ഥലത്തെ പറ്റി എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഓക്കെ, പിന്നെ അതെ സത്യമാണ്. ഗ്രീഷ്മ ശിവനെ പ്രകൃതിയെ സംരക്ഷിക്കാനുള്ള ഒരു വലിയ മെസ്സേജ് ഉണ്ട്. അതുകൊണ്ട് പ്ലീസ് സേവ് നേച്ചർ അല്ലേ, ട്രീസും നേച്ചേഴ്സും എല്ലാം പ്രൊട്ടക്ട് ചെയ്യുക. ദാറ്റ്സ് ഗുഡ് വിത്ത് വാട്ടർ. ഭയങ്കര ഇവിടെ വന്നപ്പോൾ നല്ല തണുപ്പല്ലേ. ഞാൻ പറയാൻ മറന്നുപോയി കാറ്റൊക്കെ ദിസ് ഈസ് എ പട്ടിപ്പൂ. സുഹൃത്തുക്കളെ, എനിക്കൊരു വീട് സെറ്റായിട്ടുണ്ട്. ടർക്കിയോ? ഇതെന്തുവാടാ ഇത് കത്തുന്ന സൂര്യൻ കാരണം?
മിസ്റ്റർ ഉണ്ണിക്കുട്ടൻ, താങ്കളുടെ ഡാൻസ് കളി കഴിഞ്ഞെങ്കിൽ എനിക്കൊന്ന് കയറാമോ? ഉണ്ണിത്താറാവേ ഉണ്ണിത്താറാവേ, ഇവിടെ ഒരഞ്ഞൊക്കെയാ പോകുന്നത്. ഉണ്ണിത്താറാവേ ഉണ്ണിത്താറാവേ ഉണ്ണിത്താറാവ് യു ടേൺ വരരുത്. യു ടേൺ വന്നാൽ ചന്തിക്കടിക്കുന്നേ. എടാ ഇവൻ എന്റെ ചന്തി കടിക്കൂല ശിവനെ. ഉണ്ണിക്കുട്ട ബാഹുബലി. താങ്ക് യു വൃക്ഷമേ. എടാ വൃക്ഷത്തിനെ നോപ്പിക്കുന്നടാ ഒരുത്തൻ. DJ മുടി ഒന്ന് ചീപ്പിയാക്കാവോ? കുറച്ചെങ്കിലും ഒന്ന് മനുഷ്യനായിട്ട് തോന്നട്ടെ. ഉണ്ണിക്കുട്ടൻ ഈസ് എ മൃഗം ബൈദ. ആരില്ല കൊരങ്ങൻ. കൊച്ചു ഇത്രയും വലിയ പാവട കൊടുക്കുവോ? ടണിക്ക് ടണിക്ക്. ടർക്കി കോഴി. ടർക്കി കോഴി ഏതാണ് മോനെ? സ്നഗി. ആ സ്നഗി ഇടുന്നല്ല, ഇത് റീയൂസിങ് സ്നഗി എന്നൊക്കെ പറയാം. ഓ യെസ്, ഞാൻ ഉപയോഗിക്കാറുണ്ടേ. ഉണ്ണിക്കുട്ടനാണ് പക്ഷെ കാണിച്ചത്. അല്ല ഇവിടെ നന്ദുച്ചേട്ടനില്ല, ഒരു യുവാവ് ജീവിച്ചിരുന്നല്ലോ. എന്ത് അദ്ദേഹം താറാവേ 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 താറാവേ. എന്തുവാ? എങ്ങനെ? എവിടെയാ? ഇനി കുറച്ചേരം നമ്മുടെ ക്യാമറമാൻ ഗിരീഷ് മശവനായിരിക്കും. ആരാടാ പോയി മറഞ്ഞാൽ? കാര്യങ്ങൾ ചത്തോ? മരിക്ക്. അപ്പൊ നീ പട്ടിയാണോ ബ്രോ? പിന്നെ സുഹൃത്തുക്കളെ, ഇവിടെ മഞ്ചാടി നിരീക്ഷണമായി 2 പേര് ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് റിപ്പോർട്ടിങ്ങിനായി മഞ്ചാടി ഗവേഷണം. അയ്യോ, ഇവിടെ അവിടെ ഒരു കള്ള പട്ടി ഉണ്ടായിരുന്നല്ലോ. ഹലോ മിസ്റ്റർ പട്ടി, ഹൗ ആർ യു? സുഖല്ലേ? ഈ ഡോഗേഷ് വലിയ വയനല്ലേ? ഈ ഡോഗേഷ്, ഇവിടുത്തുള്ള ഡോഗേഷ്. എന്നാ പോട്ടെ, നിന്നെ ആരും നോക്കുന്നില്ല ബ്രോ. ഇരുന്നോ, വീഴത്തില്ല. അമ്മച്ചി. സുഹൃത്തുക്കളെ, ഞാനിപ്പോ ഊഞ്ഞാലിരിക്കുകയാണ്. നടക്കൂ ഗ്രീസ് മസി വേണോ ചെയ്യാന്നേ അമ്മ. ഗ്രീഷ് എൻ്റെ അമ്മയ്ക്ക് കുറച്ച് ആഗ്രഹങ്ങൾ പൂർത്തിയാക്കുന്നുണ്ട്. ഒന്നടങ്ങൂ തമ്പി. നെവർ ബി അഫ്രൈഡ്, ഐ ആം ഓൺലി എ ഹ്യൂമൻ. കൊരങ്ങന്റെ കുഞ്ഞു. യു മീൻ ദിസ് കൊരങ്ങൻ. എടാ ഞാൻ കൊരങ്ങ. എടാ ഞാൻ കൊരങ്ങ സമ്മതിച്ച്. അപ്പൊ നീയോ? വാൽബാക്രി ഇതാണ്ട് വരുന്നു. നമ്മുടെ വാൽബാക്രി, മിസ്റ്റർ വാൽബാക്രി, ഒരു ഓട്ടോഗ്രാഫ് തരാമോ? വാൽബാക്രി എത്ര നേരം നീ അടിയുടെ വാൽബാക്രി? വാൽബാക്രി എന്താടാ വാൽബാക്രി ഇങ്ങനെ ശല്യാവല്ലേ മക്രി? ശിവന് ആദം. ഞാൻ ആദംനെ വിളിക്കൂ. ആദം. നമുക്ക് രാധമുണ്ട്. ആദം. ഞാൻ ആദം എന്ന് വിളിക്കും. സുഹൃത്തുക്കളെ, ഞങ്ങളങ്ങനെ അവിടെ പോയിട്ട് തിരിച്ചൊക്കെ വന്ന് എനിക്ക് ഇച്ചിരി വയ്യായിരുന്നു കേട്ടോ. അങ്ങനെ പോയിട്ട് കുറേ നേരം കഴിഞ്ഞ് റെക്കോർഡ് ചെയ്യുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടിയും മഴയൊക്കെ ആയിരുന്നു. സുഹൃത്തുക്കളെ, എന്തായാലും വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വൈബ്. പിന്നെ ലൈക്ക് സബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണം. സുഹൃത്തുക്കൾ നമ്മുടെ 200 ആണ്. അപ്പം ഒന്നുമില്ല, പനിയാണ്, തലവേദന എടുത്ത് കിടക്കുവാണ്. അപ്പം ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വൈബ്.